ഹലോ എവ്രി വൺ. നമുക്കിന്ന് കാലിക്കറ്റ് ബീച്ച് സൈഡിലൊക്കെ കിട്ടുന്ന പോലത്തെ കാടമുട്ട ഫ്രൈ ഉണ്ടാക്കിയാലോ? കാലിക്കറ്റ് ബീച്ച് സൈഡ് മാത്രമല്ല, വേറെ കുറേ സ്ഥലങ്ങളിലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിലും ഇതുണ്ടാക്കാം. അപ്പോൾ കാടമുട്ട എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റിയും ഹെൽത്തിയുമാണ്. പിന്നെ നമ്മൾ കേട്ടിട്ടുണ്ടാവും 1000 കോഴിക്ക് അരക്കാട എന്ന് പറഞ്ഞൊരു ഇത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ കാടമുട്ട ഒന്ന് പുഴുങ്ങിയെടുക്കണം. അതിനായിട്ട് ഞാൻ ചൂടുവെള്ളം ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഇനി ഇത് 1 by 1 ആയിട്ട് ഇതിൽ വെള്ളത്തിലേക്ക് ഇടണം, എന്നിട്ട് വേവിക്കണം. ചൂടുവെള്ളം എടുക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുക്കിംഗ് ടൈം കുറയും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ കാടമുട്ടയുടെ കുക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ് ബോയിൽ ആണെങ്കിൽ 2 മിനിറ്റും ഹാർഡ് ബോയിൽ ആണെങ്കിൽ 3 മിനിറ്റും ആണ്. അപ്പോൾ മാക്സിമം 3 മിനിറ്റിൽ അതിൽ കൂടുതൽ നമ്മൾ വെക്കണം എന്നില്ല. അതിൽ കൂടുതൽ വെച്ചാൽ അത് ഹാർഡായി പോകും, അതുകൊണ്ടാണ് കേട്ടോ. ഇനി കാടമുട്ടയായാലും കോഴിമുട്ടയായാലും നമുക്ക് ഈ ഗ്യാസ് ഫ്ലെയിം ഓഫ് ചെയ്ത പാട് നമ്മൾ തണുത്ത വെള്ളത്തിൽ വെച്ചാൽ നമ്മളത് അതിൻ്റെ തോട് പൊളിക്കുമ്പോൾ ഈസി ആയിരിക്കും. അത് മീൻസ് പറ്റിച്ചേർന്നിട്ടുണ്ടാവില്ല തോട്. ഞങ്ങളെ വീട്ടിൽ അധികം കൊണ്ടുവരാത്തൊരു സാധനമാണ് കാടമുട്ട കേട്ടോ. പക്ഷേ അത് ബീച്ചിലൊക്കെ പോകുമ്പോൾ കഴിക്കും. പിന്നെ ഞാൻ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ കണ്ടാൽ അപ്പോൾ തന്നെ എടുത്ത് കാർട്ടിലേക്ക് ഇടും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പാൻ എടുത്ത് അതിൽ വെളിച്ചെണ്ണ ഇട്ട് കുറച്ച് പെരുംജീരകം ഒരു നുള്ള് മതി, പിന്നെ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ചെറുതായി മുറിച്ച വെളുത്തുള്ളിയും കറിവേപ്പിലയും, ഇത് 3 കൂടി നന്നായിട്ട് വഴറ്റണം. അതിങ്ങനെ വെളുത്തുള്ളീൻ്റെ ഒക്കെ ഒന്ന് വെളിച്ചെണ്ണയിൽ മുരിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. അങ്ങനെ ഇതൊന്ന് ആയി വരുമ്പോൾ അത് ബ്രൗൺ കളറൊന്നും ആവണ്ട കേട്ടോ, വെളുത്തുള്ളി അധികം ബ്രൗൺ കളർ ആവണ്ട. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കശ്മീരി മുളക് പൊടിയും പിന്നെ സാധാരണ മുളക് പൊടിയും ചേർത്ത് 1 ടീസ്പൂൺ ചേർക്കാം. പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർക്കാം. ചിക്കൻ മസാല തന്നെ ചേർക്കണം, അല്ല വേറെ എന്തെങ്കിലും ഗരം മസാലയൊക്കെ ചേർത്താൽ അതിൻ്റെ ടേസ്റ്റ് മാറും. എന്നിട്ട് ഇതൊന്ന് നന്നായി വഴറ്റിയ ശേഷം നമ്മൾ ഈ പൊളിച്ചു വെച്ചിരിക്കുന്ന കാടമുട്ട ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർക്കണം. ഈ കാടമുട്ട ചേർത്ത ശേഷം നമ്മൾ അധിക നേരം കുക്ക് ചെയ്യേണ്ടതില്ല കേട്ടോ. പിന്നെ അത് ഡയറക്റ്റ് ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറച്ചൊന്ന് ചൂട് വന്ന ശേഷം ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ ചെയ്താൽ മതി. അപ്പോൾ കഴിക്കാനൊക്കെ ഭയങ്കര ടേസ്റ്റാണ്, ഹെൽത്തിയാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ ഹെൽത്തിയാണ്, പക്ഷെ ഒരു പരിധിയിൽ അധികം കഴിക്കാനും പാടില്ല, അങ്ങനെയാണ്. അപ്പോൾ കാടമുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ആക്ച്വലി എൻ്റെ അടുത്ത് കുറച്ച് മുട്ട ഉണ്ടായിരുന്നു, അങ്ങനെ ഉണ്ടാക്കിയതാണ്. ആക്ച്വലി കുറേ വേണം, പിന്നെ ഒരു വീഡിയോ ഇടാമെന്ന് കരുതി. കുറച്ച് മുട്ട കണ്ടപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഇടാമെന്ന് കരുതി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ചാനലിലെ മറ്റ് വീഡിയോസും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം. താങ്ക് യു സോ മച്ച്.